ഒട്ടും എണ്ണയോ മുട്ടയോ ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് നമ്മൾ കഴിച്ചിട്ടുള്ള മയോണൈസിന്റെ അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം. ദിസ് ഈസ് മാജിക്കൽ തിങ്സ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. 1/2 ലിറ്റർ പാലാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ഒട്ടും അടി പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് 1 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. വിനാഗിരി ഒഴിച്ച ശേഷം വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് പാല് പിരിഞ്ഞ് പനീരായി മാറും. നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി വരുമ്പോൾ പനീര് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പാല് പിരിഞ്ഞ് ആ പാല് നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പനീര് ഒരു അരിപ്പയിൽ അരിച്ചു മാറ്റാം. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് കാണാം. 1/2 ലിറ്റർ പാലിൽ നിന്ന് വളരെ കുറച്ച് പനീര് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ചെറിയ ബൗളിലേക്കുള്ള മയോണൈസ് മാത്രമേ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. പാല് തിളയ്ക്കുമ്പോൾ തന്നെ അതിൽ 2-3 സ്പൂൺ പാല് സെപ്പറേറ്റ് മാറ്റി വെക്കുക. അത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ട് വരും. ആ പാൽ ഒഴിച്ചിട്ടാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും മാത്രം ചേർത്ത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പനീരൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് 2-3 സ്പൂൺ പാല് അതിൽ 1 സ്പൂൺ മാത്രം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ തിക്കായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ലൂസായിട്ടാണ് ഇഷ്ടമെങ്കിൽ 1 സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ അറിയാതെ കുറച്ച് ലൂസായി പോയാലും കുഴപ്പമില്ല. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കോളും. ഇതിലേക്ക് ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി 1 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണിപ്പോൾ ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.